ഗൈസ് ഫാറിനൊരു പുതിയ വെപ്പൺ കൊണ്ടുവരാൻ പോകുന്നതായിരുന്നില്ല. ആൻഡ് ആ വെപ്പന്റെ പേര് ഇപ്പോൾ ഏറെക്കുറെ കൺഫേം ആയിട്ടുണ്ട്. അതിന്റെ പേര് ഷൂരി കട്സ് എന്നാണ്. ആൻഡ് ട്രസ്റ്റ് മീ, ദിസ് ഗോണ ചേഞ്ച് ക്ലോസ് റേഞ്ച് ഫൈറ്റ് ഫോർ എവർ. സോ നമുക്ക് നോക്കാം, ഈസ് ഇറ്റ് ബ്രോക്കൺ ഓർ ഈസ് ഇറ്റ് ബാലൻസ്ഡ്? ലെറ്റ്സ് ഫൈൻഡ് ഔട്ട്. ആൻഡ് നമുക്ക് ഇതുവരെ അറിയാൻ പറ്റിയത് ഇറ്റ്സ് എ മീലി കാർഡ് വെപ്പൺ. യെസ് ഗൈസ്, ഇറ്റ്സ് എ കാർഡ് വെപ്പൺ. നമുക്ക് കാർഡ് വെപ്പൺസ് അധികം ഗെയിമിലൊന്നും കാണാൻ പറ്റില്ല, ഇല്ലെന്ന് പറയുന്നില്ല, കാണാൻ അധികം കഴിഞ്ഞിട്ടില്ല. ആൻഡ് ഫാറായിട്ട് പുതിയതായിട്ട് എന്തൊക്കെയോ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതിന്റെ സ്റ്റാർട്ടിങ് പോയിന്റ് ആയിട്ട് നമുക്ക് കണ്ടാൽ പറ്റത്തില്ലേ, സൂപ്പർ ഹൈ ഡാമേജ് അറ്റ് ക്ലോസ് റേഞ്ച്. ആൻഡ് ഇത് ബേസിക്കലി ഉണ്ടാക്കിയത് തന്നെ ഫിനിഷിങ് എനിമീസ് ഇൻ സ്റ്റൈൽ. ആക്ച്വലി സ്റ്റൈൽ ബേസ്ഡ് ആയിട്ടുള്ള അപ്ഡേറ്റ്സ് ആണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഫാറിലായിട്ട് എന്തൊക്കെയോ ബിഗ് പ്ലാൻ ചെയ്യുന്നുണ്ട്. ആൻഡ് ഇത് നമുക്ക് മാപ്പിൽ ഡ്രോപ്പിംഗ്സ് ആയിട്ടും മേ ബി ഇവൻറ്റ്സ് ആയിട്ടും കിട്ടാൻ സാധ്യതയുണ്ട്. ആൻഡ് ഇത് യൂഷ്വലി ഉള്ള SMG ഓർ AR ഗൺസിനെ പോലെയോ വെപ്പൺസിനെ പോലെയോ അല്ല. ഇത് പറയുന്നത് ടോട്ടലി വേറെ ലെവലാണ്. ഹൈ റിസ്ക് ഹൈ റിവാർഡ് വെപ്പൺ. നിങ്ങളൊന്ന് ആലോചിച്ചു, നമ്മളൊരു സ്ഥലത്തേക്ക് സ്ലൈഡ് ചെയ്ത് കയറി അവനെ ഫുൾ ത്രോട്ടിൽ എറിയുന്നത്, ജസ്റ്റ് ഹെഡ് ഷോട്ട്. ആലോചിച്ച് നോക്കുക. അതാണ് സ്റ്റൈലിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് ഫാനറ്റി പ്രാവശ്യം ഇറക്കിയ വെപ്പണാണ്. ആൻഡ് ഇതിന്റെ പേര് ഷൂരി കാർഡ്സ് എന്നാണെന്ന് ഏറെക്കുറെ ഉറപ്പായിട്ടുണ്ട്. ഷൂരി അല്ലെങ്കിൽ ഷേർക്കി, ഇതിലേതെങ്കിലും ഒരു പേരായിരിക്കും. ഇതിന്റെ ഇടയിലാണ് ഇപ്പൊ എല്ലാ ഇൻഫ്ലുവൻസേഴ്സും കണ്ടന്റ് ക്രിയേറ്റേഴ്സും പറയുന്നത്. ഇത് ടോട്ടലി ക്ലോസ് റേഞ്ച് ആയിട്ടുള്ള വെപ്പണാണ്. സോ ഓപ്പൺ റേഞ്ച് ഓർ ലോങ് റേഞ്ച് പ്ലേയേഴ്സിന് സോറി, നിങ്ങളെ അവർ പരിഗണിക്കുമെന്ന് വിചാരിക്കാം. സോ ഇതൊക്കെയാണ് നമുക്ക് ഇതുവരെ കിട്ടിയ അറിയിപ്പുകൾ. ആൻഡ് നമുക്ക് കുറച്ച് ഗെയിം പ്ലേസ് നോക്കി നോക്കാം. ആൻഡ് കാണുമ്പോൾ തന്നെ അറിയാം, ഫാറായിട്ട് നല്ല രീതിക്ക് ഗെയിം പ്ലേ ഇമ്പോർട്ടൻസ് കൊടുത്ത് ഓർ എക്സ്പീരിയൻസ് ഇമ്പോർട്ടൻസ് കൊടുത്ത് കൊണ്ടുവന്നിരിക്കുന്ന നല്ലൊരു വെപ്പണാണ്. ആൻഡ് ഇതിന്റെ ആനിമേഷൻ അത്യാവശ്യം നല്ല ആനിമേഷൻ തന്നെയാണ് അവർ കൊടുത്തിരിക്കുന്നത്. ആൻഡ് ഗെയിമിലെ ബാക്കിയുള്ള വെപ്പൺസിനെ പോലെ അല്ല, ഇത് ടാപ്പ് ഹോൾഡ് ആൻഡ് ഫയർ മെത്തേഡാണ്. സോ നമ്മളിത് ഹോൾഡ് ചെയ്യുന്നതിനനുസരിച്ച് ഇതിന്റെ ഇമ്പാക്റ്റിന്റെ ഡെപ്ത് കൂടും. നമ്മൾ കുറച്ച് നേരം ലൈക്ക് മൈൻക്രാഫ്റ്റ് കളിക്കുന്ന പ്ലേയേഴ്സിന് അറിയാം, അതിൽ ബോ യൂസ് ചെയ്ത അതേ ഒരു ഫിസിക്സ് ആണ് ഇതിലിപ്പോൾ യൂസ് ചെയ്തിരിക്കുന്നത്. കാരണം നമ്മൾ ഇത് ഹോൾഡ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് ഇതിന്റെ ഇമ്പാക്റ്റിന്റെ ഫോഴ്സ് കൂടും. സോ അത് നല്ലൊരു കാര്യമാണ്. ആക്ച്വലി ബാലൻസ് ചെയ്ത് നിർത്താനായിട്ട് പരമാവധി ഫാറായിട്ട് നോക്കിയിട്ടുണ്ട്. ആൻഡ് നെക്സ്റ്റ് തിങ് ഈസ്, ഇതിന് ചെറിയ ടൈം റീലോഡ് ടൈം വരും. ലൈക്ക് റീലോഡ് ടൈം അല്ല, ഇതിന് ഓരോ യൂസിന് ശേഷമുള്ള നെക്സ്റ്റ് യൂസിനുള്ള ടൈം കുറച്ച് ഉണ്ട്. നമുക്കറിയാം, ഫ്രീ ഫയർ കളിച്ചിട്ടുള്ളവർക്കറിയാം, അതില് FF9 എന്ന് പറഞ്ഞിട്ടുള്ളൊരു കത്തി ഉണ്ടായിരുന്നു. ആൻഡ് അതിനെ ബ്രോക്കൺ ഓർ ബാലൻസ് ചെയ്യാൻ പറ്റാതെ ആക്കിയത് അതിന്റെ ഡ്യൂറേഷൻ ടൈമാണ്. എല്ലാ ത്രോന് ശേഷവും വീണ്ടും വീണ്ടും ത്രോ ചെയ്യാൻ പറ്റും. അത് ആക്ച്വലി ഒരു ബാഡ് തിങ് ആണ്. ഗെയിം പ്ലേ എക്സ്പീരിയൻസ് പൂർണ്ണമായിട്ട് നശിപ്പിക്കുന്ന തിങ് ആണ്. ബട്ട് ഇവിടെ ഈ ഫാർലൈറ്റ് വന്നപ്പോൾ ഫാർലൈറ്റ് നന്നായിട്ട് അത് നല്ല രീതിയിൽ കൈകാര്യം ചെയ്തു. അത് ബാലൻസ് ചെയ്ത് നിർത്താനായിട്ട് അവർ ട്രൈ ചെയ്തു. ഹിറ്റിന്റെ ഡാമേജ് വളരെ കൂടുതലാണ്, OP വെപ്പൺ. ബട്ട് അവര് ഇതിനെ ബാലൻസ് ചെയ്യാനായിട്ട് പരമാവധി ശ്രമിച്ചിട്ടുണ്ട്. ആൻഡ് ഇത് മാത്രമൊന്നുമല്ല, പുതിയ കുറെ കാര്യങ്ങൾ ആപ്പിലേക്ക് ക്യാരക്ടറിന്റെ സൈഡ് നോക്കുകയാണെങ്കിൽ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. നിങ്ങൾക്ക് അതിനൊക്കെ പറ്റി അറിയണമെന്നുണ്ടെങ്കിൽ, വീഡിയോ ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമന്റ് ചെയ്യുക, നമുക്ക് അതിനെ പറ്റിയൊക്കെ ഫുള്ളായിട്ട് നോക്കാം. ആൻഡ് ഇതാണ് പുതിയ വരാൻ പോകുന്ന ഹീറോ. സോ ഹീറോനെ പറ്റി നമുക്ക് വീഡിയോ ചെയ്യണമെങ്കിൽ നിങ്ങൾ എന്തായാലും പറയാ, നമുക്ക് വീഡിയോ ചെയ്യാം. എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ പറയാനാണെങ്കിൽ ഐ ലവ് ഇറ്റ്. It brings a new flavor to Fallout 84.
ഫൈനലി നമുക്കൊരു മീലി വെപ്പൺ കിട്ടി. ആൻഡ് അത് ഡേഞ്ചറസ് ആയിട്ടുള്ള വെപ്പൺ തന്നെയാണ്. ബട്ട് ബാലൻസ് ചെയ്യാനായിട്ട് പരമാവധി ഫാറൈറ്റ് നോക്കിയിട്ടുണ്ട്. ആൻഡ് ഐ ലവ് ദിസ് ഗെയിം. ഈ ഒറ്റ റീസൺ കൊണ്ടാണ് ഫാർലൈറ്റ് എനിക്ക് ഇത്ര ഇഷ്ടപ്പെടാൻ ഇപ്പോൾ കാരണം. സോ വാട്ട് ഡു യു ഗൈസ് തിങ്ക് അബൌട്ട് ഇറ്റ്? ഇസ് ഇറ്റ് എ ബ്രോക്കൺ വെപ്പൺ ഓർ എ ബാലൻസ്ഡ് വെപ്പൺ? ഡ്രോപ്പ് യുവർ തോട്ട്സ് ഇൻ ദ കമന്റ് സെക്ഷൻ. ആൻഡ് ഇതേപോലത്തെ വീഡിയോസിനായി സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ വെക്കുക, കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. നമുക്ക് ഇതേപോലത്തെ വീഡിയോസ് വേണമെങ്കിൽ കമന്റ് സെക്ഷനിൽ അറിയിക്കുക. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമന്റ് സെക്ഷനിൽ അറിയിക്കുക. ആൻഡ് പുതിയ ക്യാരക്ടേഴ്സ്, പുതിയ തിങ്സ് ഇൻ ഫാർലൈറ്റ് ആൻഡ് പുതിയ മാപ്പ്, അതാണ് ഹൈലൈറ്റ്. പുതിയ മാപ്പിനെ പറ്റിയുള്ള വീഡിയോസ് വരുന്നുണ്ട്. സോ അതൊന്നും മിസ് ചെയ്യാതിരിക്കാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. സോ നമുക്ക് ഇതിനെക്കാട്ട് അടിപൊളിയായിട്ടുള്ള വേറെ വീഡിയോസ് കാണാം. സോ ബൈ.